ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാസ്തയുടെ വീഡിയോന്. ആദ്യം കുറച്ച് ഓയിൽ ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിൻ്റെ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റാവട്ടെ. എന്നിട്ട് ബട്ടറും ഓയിലും ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 3 ചെറിയ വെളുത്തുള്ളി ഒന്ന് വാടാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കണം. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള, ഒരുവിധം വലിപ്പമുള്ള ഒരു സവാളയില്ലേ, അത് ഇട്ട് കൊടുത്ത് വാട്ടി കൊടുക്കും. ഒന്ന് വാട്ടാം. അത് ഒന്ന് പച്ച പോയി ഒന്ന് വാടി വരണം. സവാള നല്ലോണം വാടിയതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഒരു തരി കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ക്യാരറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ പാസ്ത വേവിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം കൂട്ടി മിക്സ് ചെയ്യാം. ഉപ്പ് പോരെങ്കിൽ ഒരു സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്തു. അതിന് ശേഷം ടൊമാറ്റോ സോസ് വീട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ അങ്ങനെ സോയാ സോസ് വീട്ടി കൊടുക്കാറില്ല. ആ സോയാ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണം ഇവിടെ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റിന് ഇഷ്ടം, അതുകൊണ്ട് അത് ഞാൻ വീട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ പാസ്ത റെഡി. നമ്മൾ ഇതുപോലെ പാസ്ത ഉണ്ടാക്കണമെങ്കിൽ പാസ്ത ഹെൽത്തി അല്ല എന്ന് പറഞ്ഞാലും അതിലത്തെ കുറേ എസൻസും അതും ഇതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാൻ പാസ്ത ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ പാസ്ത റെഡിയായി. പിന്നെ ഞാൻ ഇടയിൽ ഇതിൽ ചിക്കൻ മസാല ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പെട്ടിട്ടില്ല.